മിക്ക പുരുഷന്മാരും പെൺകുട്ടികളോട് എപ്പോഴും തെറ്റുകൾ വരുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പുരുഷൻ തന്റെ എല്ലാ ശ്രമങ്ങളും നടത്തുന്നത്, ശ്രദ്ധിക്കുന്നത്, നന്നായി പെരുമാറുന്നത്, മധുരവാക്കുകൾ അയക്കുന്നത്, എന്നിട്ടും സഹോദര മേഖലയിൽ അല്ലെങ്കിൽ അതിലും മോശമായി ശല്യപ്പെടുത്തുന്ന മേഖലയിൽ എന്തുകൊണ്ടാണ്? ഉത്തരം, നിങ്ങൾ വേണ്ടത്ര നല്ലവരല്ലാത്തതുകൊണ്ടോ പെൺകുട്ടികൾ സങ്കീർണരായതുകൊണ്ടോ അല്ല. നമ്മൾ ന്യായീകരിക്കാൻ ഇഷ്ടപ്പെടുന്നതുപോലെ സത്യമെന്തെന്നാൽ മിക്ക പുരുഷന്മാർക്കും ഒരു സ്ത്രീ എങ്ങനെ ചിന്തിക്കുന്നുവെന്നറിയില്ല. അവളുടെ വികാരങ്ങളെ ചലിപ്പിക്കുന്നതെന്താണ്, അവളെ ആകർഷിക്കുന്നതെന്താണ്, അവളെ സുഖകരമാക്കുന്നതെന്താണ്, ആവേശഭരിതയാക്കുന്നതെന്താണ്? വിചിത്രവും സവിശേഷവുമായ എന്തോ സംഭവിക്കുന്നതുപോലെ. വർഷങ്ങളോളം മനഃശാസ്ത്രം പഠിച്ചതിനും നിരീക്ഷിച്ചതിനും പരീക്ഷണം നടത്തിയതിനും സംസാരിച്ചതിനും വിജയങ്ങളും അനുഭവിച്ചതിനും ശേഷം ആരും നമ്മെ പഠിപ്പിക്കാത്ത ഒന്ന് എന്നെ പഠിപ്പിച്ചു. വീട്ടിലോ സ്കൂളിലോ പുരുഷന്മാർ തമ്മിലുള്ള സംഭാഷണങ്ങളിൽ പോലുമല്ല. ഒരു സ്ത്രീക്ക് കാഴ്ച, പണം, അമിതശ്രദ്ധ എന്നിവ മാത്രമല്ല വേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കി. ആഴമേറിയ എന്തോ ഒന്നുണ്ട്. ഉപരിതലത്തിനടിയിൽ ഒരു ഭാഷ, മനഃശാസ്ത്ര സിഗ്നലുകൾ, വലിയ കാര്യങ്ങൾ പറയുന്ന ചെറിയ സാഹചര്യങ്ങൾ. ഈ വിശദാംശങ്ങളാണ് വ്യത്യാസം വരുത്തുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് മറ്റെവിടെയും കാണാത്ത മാനസിക രഹസ്യങ്ങൾ പറയാം. സ്ത്രീകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ. അവരുടെ തിരഞ്ഞെടുപ്പുകൾ, പെരുമാറ്റങ്ങൾ, പ്രതികരണങ്ങൾ എന്നിവയെ നയിക്കുന്ന ഉപബോധ മനസ്സിനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ. നിങ്ങൾ അവരെ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ബന്ധങ്ങളും മാറും. കളി നിങ്ങളുടെ കൈകളിലായിരിക്കും. എന്നാൽ നിങ്ങൾ ആരെയും വഞ്ചിക്കുകയോ ചൂഷണം ചെയ്യുകയോ ചെയ്യുന്ന ഒരു കളിയല്ല. ഇല്ല, നിയമങ്ങൾ മനസ്സിലാക്കി അത് ചാരുതയോടെ ആത്മവിശ്വാസത്തോടെ കളിക്കുന്ന ഒരു കളിയാണിത്. ഉയർന്ന തലത്തിലുള്ള അവബോധവും. ആദ്യത്തെ കാര്യം, നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ മറ്റെല്ലാം അഭിനയത്തേക്കാൾ കൂടുതലായി ഒന്നുമല്ലാതായി മാറും. ഇതാണ്, ഒരു സ്ത്രീക്ക് തന്റെ സൗന്ദര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പുരുഷനെ ആവശ്യമില്ല. ഒരു നിമിഷം ഇവിടെ നമുക്ക് നിർത്താം. കാരണം മിക്ക പുരുഷന്മാരും പറയും, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പക്ഷെ അവൾ സുന്ദരിയാണ്. അതെ, അവൾ സുന്ദരിയാണ്. ഒരു അഭിനന്ദനം നൽകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാം. ഓരോ പെൺകുട്ടിയും ഈ ലോകത്തേക്ക് തന്റെ കണ്ണുകൾ തുറക്കുന്ന നിമിഷം മുതൽ അവളുടെ കുടുംബം, സുഹൃത്തുക്കൾ, അപരിചിതർ, സോഷ്യൽ മീഡിയ എല്ലായിടത്തുനിന്നും അവളുടെ രൂപത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വാവ്, നിങ്ങളുടെ മുടി, നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളൊരു രാജകുമാരിയാണ്. അവൾ ശരാശരിയായി കാണപ്പെടുന്നുണ്ടെങ്കിലും അവളുടെ ചുറ്റുമുള്ള ലോകം അവളുടെ മൂല്യത്തെ ആകർഷകത്വവുമായി ബന്ധിപ്പിക്കുന്നു. അതിനാൽ സ്നേഹത്തെയും അഭിനന്ദനത്തെയും സൗന്ദര്യവുമായി മാത്രം ബന്ധിപ്പിക്കാൻ അവൾ പ്രോഗ്രാം ചെയ്യപ്പെടുന്നു. അതിനാൽ നിങ്ങൾ വന്ന് അവളോട് ഗൗരവമായി പറയുമ്പോൾ, നിങ്ങൾ വളരെ സുന്ദരിയാണ്, അവൾ സ്വയം പറയുന്നു, ശരി, ഇത് ആരാധകൻ നമ്പർ 99 അഭിനന്ദനങ്ങൾ. പിന്നെ അവൾക്ക് പ്രത്യേകമായി തോന്നുന്നത് നിർത്തി അവളുടെ ജീവിതത്തിലെ പശ്ചാത്തല ശബ്ദമായി മാറുക. എന്നാൽ നീ എപ്പോഴും വാക്കുകൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുന്നത് എനിക്കിഷ്ടമാണ് എന്ന് പറയുമ്പോൾ വ്യത്യാസം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സംഗീതത്തിലുള്ള നിങ്ങളുടെ അഭിരുചി ശ്രദ്ധേയമാണ്. പാട്ട് കേൾക്കുക മാത്രമല്ല, അത് അനുഭവിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ വളരെ അപൂർവമായൊരു കാര്യം ചെയ്തു. ആളുകൾ സാധാരണയായി കാണാത്ത ഒന്ന് നിങ്ങൾ കണ്ടു. അവളത് മറച്ചുവെക്കുന്നതുകൊണ്ടല്ല, മറിച്ച് ആരും അത് അന്വേഷിക്കാൻ മെനക്കെടാത്തതുകൊണ്ടാണ്. നിങ്ങൾ അവളുടെ മുഖം മാത്രമല്ല, അവളുടെ ആത്മാവിനെയും കണ്ടിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ ഒരു സ്ത്രീ ഉരുകുന്നു. അവൾ കണ്ടതായും കേട്ടതായും മനസ്സിലാക്കിയതായും തോന്നുന്നു. അവൾ എപ്പോഴും ശ്രദ്ധിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നതിനാൽ നിങ്ങൾ പ്രത്യേകമാണെന്ന് അവൾക്ക് തോന്നുന്നു. ആഴം. ഇവിടെയാണ് ബന്ധം അഭിനന്ദനങ്ങളിൽ കെട്ടിപ്പടുത്ത ഉപരിതലമായ ഒന്നിൽ നിന്ന് യഥാർത്ഥ ബന്ധം, മാനസിക ആകർഷണം, ആശ്വാസബോധം എന്നിവയുള്ള ഒന്നിലേക്ക് മാറാൻ തുടങ്ങുന്നത്. ഏറ്റവും പ്രധാനമായി, അവളെ കീഴടക്കാൻ നിങ്ങൾ നല്ലവനാകാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നു, നിരീക്ഷിക്കുന്നു, ശ്രദ്ധിക്കുന്നു. ഒരു സ്ത്രീക്കും എതിർക്കാൻ കഴിയാത്ത ഒരു കാര്യമാണിത്. സ്വയം അവബോധമുള്ള ഒരു പുരുഷൻ. ഒന്നാലോചിച്ചു നോക്കൂ, എത്ര തവണ അവൾ വളരെ സുന്ദരിയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? എന്നാൽ എത്ര തവണ ആരെങ്കിലും അവളോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കോണിൽ നിന്നാണ് ഞാൻ നിന്നെ കണ്ടത്. അത് അപൂർവമാണ്. നിനക്ക് ആ അപൂർവ പുരുഷനാകാനും കഴിയും. ഒരു സ്ത്രീക്ക് നീ അവളെ ശരിക്കും കാണുന്നു എന്ന് തോന്നണമെന്ന് നമ്മൾ പറഞ്ഞതിനു ശേഷം അല്പം ഭാരമുള്ളതായി തോന്നാവുന്ന എന്നാൽ വളരെ പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, അതല്പം പരുഷമായിരിക്കും. ഇതാണ്, നിങ്ങൾ ദുർബലനാണെങ്കിൽ ഒരു സ്ത്രീ നിങ്ങളെ മുതലെടുക്കും.
ചില പുരുഷന്മാർ പറയും, ഇല്ല, പക്ഷെ അവൾ ദയയുള്ളവളാണ്, എന്നെ വേദനിപ്പിക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ലെന്ന് അവൾ എന്നോട് പറഞ്ഞു. അവൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. ഒരു നിമിഷം എന്റെ ശ്രദ്ധിക്കുക, വികാരങ്ങൾ മാറ്റിവെക്കുക. എല്ലാ സ്ത്രീകളും ദുഷ്ടരാണെന്ന് ഞാൻ പറയുന്നില്ല. ഏതൊരു ജീവിയെയും പോലെ ഒരു സ്ത്രീയും അവൾക്ക് സുരക്ഷയും ശക്തിയും ആത്മവിശ്വാസവും നൽകുന്നതിലേക്ക് ആകർഷിക്കപ്പെടുന്നുവെന്ന് ഞാൻ പറയുന്നു. അവൾ തന്റെ മുന്നിൽ ഒരു ദുർബല പുരുഷനെ കാണുമ്പോൾ, സ്വയം പ്രതിരോധിക്കാത്ത, അതിരുകൾ നിശ്ചയിക്കാത്ത, നിശബ്ദത പാലിക്കുന്ന ഒരാൾ, അവൻ അനാദരവ് കാണിക്കുമ്പോഴും അയാൾക്ക് താങ്ങാവുന്നതിലും കൂടുതൽ നൽകുമ്പോഴും അവൾ അവനെ ഉപയോഗിക്കും. അവൾ ദുഷ്ടയായതുകൊണ്ടല്ല, മറിച്ച് അവൾ അവനെ ബഹുമാനിക്കാത്തതുകൊണ്ടാണ്. സ്വഭാവമില്ലാത്ത അമിതമായ ദയ ബലഹീനതയായി മാറുന്നു, ദയയല്ല. നിർണായകതയില്ലാത്ത ശാന്തത ജ്ഞാനമല്ല, മടിയായി മാറുന്നു. അതിരുകളില്ലാത്ത വഴക്കം ചൂഷണമായി മാറുന്നു. എപ്പോൾ വേണ്ട എന്ന് പറയണമെന്നറിയുന്ന, സാഹചര്യം ആവശ്യമെങ്കിൽ തന്റെ മുന്നിൽ പോലും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന പുരുഷനെ അവൾ ശ്രദ്ധിക്കുന്നു. ശാന്തനായി കാണാനോ അവളുടെ അംഗീകാരം നേടാനോ അല്ല, മറിച്ച് അയാൾക്ക് എന്താണ് വേണ്ടതെന്നറിയാമെന്നും അവൾ അസ്വസ്ഥനായാൽ ഭയപ്പെടാത്തതിനാലുമാണ് കോപം തന്റെ പുരുഷത്വത്തെ ഇളക്കുന്നില്ലെന്ന് അയാൾക്കുറപ്പുണ്ട്. ഈ സാഹചര്യം നൂറുകണക്കിന് തവണ ആവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പുരുഷന്മാരെല്ലാം നൽകുന്നു: സ്നേഹം, ശ്രദ്ധ, പണം, സമയം, അവരുടെ ആത്മാഭിമാനം പോലും. അവസാനം അവൾ അവരോട് പറയുന്നു, എനിക്ക് എന്നെ തന്നെ കണ്ടെത്തണമെന്ന് തോന്നുന്നു. എന്നിട്ടവൾ മറ്റൊരാളുടെ കൈകളിൽ സ്വയം കണ്ടെത്തുന്നു. ബലഹീനതയോട് പുരുഷന്മാരിൽ നിന്നോ സ്ത്രീകളിൽ നിന്നോ ഒരു ദയയും കാണിക്കുന്നില്ല. സത്യമെന്തെന്നാൽ, ഒരു സ്ത്രീ ശക്തനായ പുരുഷനോട് സഹജമായി ആകർഷിക്കപ്പെടുന്നു. അവന്റെ ശരീരം കൊണ്ട് മാത്രമല്ല, അവന്റെ നിലപാട്, നോട്ടം, അവൻ ജീവിതം നയിക്കുന്ന രീതി എന്നിവയിലൂടെ. അവൾ അവനോട് യോജിക്കുന്നില്ലെങ്കിലും അവളെ മടിക്കാനും സ്വയം ചോദ്യം ചെയ്യാനും ബഹുമാനിക്കാനും പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പുരുഷനാണിത്. എന്നെ വിശ്വസിക്കുക, ഇത് നിങ്ങൾ അഹങ്കാരിയോ ആക്രമണകാരിയോ ഉച്ചത്തിൽ സംസാരിക്കാനോ ആവശ്യപ്പെടുന്നില്ല. ഒരിക്കലും ആരെയും എന്നോടൊപ്പം അവരുടെ പരിധികൾ ലംഘിക്കാൻ അനുവദിക്കാതെ ഞാൻ എന്നെ തന്നെ ബഹുമാനിക്കുന്നു എന്ന് ഉറച്ചു നിൽക്കാൻ ഇത് ആവശ്യപ്പെടുന്നു. ആ ഘട്ടത്തിൽ അവൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങളെ അതേ രീതിയിൽ ബഹുമാനിക്കാൻ തുടങ്ങും. അതിനാൽ നിങ്ങൾ നല്ലവരാണെന്ന് കരുതി ഒരു ഇരയാകരുത്. നിങ്ങളെ ഒരു യഥാർത്ഥ പുരുഷനായി കാണാത്ത ഒരാളെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ച് നിങ്ങളുടെ സമയം പാഴാക്കരുത്. വ്യക്തത പുലർത്തുക, ഉറച്ചു നിൽക്കുക, തത്വങ്ങൾ പാലിക്കുന്ന പുരുഷനാകുക. കാരണം തത്വങ്ങളില്ലാത്തവർ എല്ലായ്പ്പോഴും ഒരു അനുയായിയായി മാറുന്നു. നിങ്ങളെ പിന്തുടരാൻ സൃഷ്ടിച്ചിട്ടില്ലെന്ന് വ്യക്തമാണ്. മൂന്നാമത്തെ കാര്യം അത്യന്തം വളരെ പ്രധാനപ്പെട്ടതുമാണ് ഇത്. ഒരു സ്ത്രീ നിങ്ങളെ എപ്പോഴും പരീക്ഷിക്കുകയാണ്. അതെ, എപ്പോഴും. വിശ്രമമില്ല സുഹൃത്തെ. നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾ മൈക്രോസ്കോപ്പിന് കീഴിലാണ്. ഒരു സ്ത്രീ മാനസികമായി അസ്വസ്ഥയായതിനാലോ നിങ്ങൾക്ക് കാര്യങ്ങൾ സങ്കീർണമാക്കുന്നതിൽ ആനന്ദമനുഭവിക്കുന്നതിനാലോ അല്ല ഇത്. ഒട്ടുമില്ല. കാര്യം അതിലും വളരെ ആഴമേറിയതാണ്. ചെറുപ്പം മുതൽ ഒരു സ്ത്രീ സുരക്ഷ തേടാൻ പ്രോഗ്രാം ചെയ്യപ്പെടുന്നു. തന്റെ മുന്നിലുള്ള പുരുഷൻ ഉറച്ചവനും സ്ഥിരതയുള്ളവനും അചഞ്ചലനുമാണെന്ന് അവൾക്കുറപ്പില്ലെങ്കിൽ അവൾക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടില്ല. അതിനാൽ അവളുടെ ഓരോ പ്രവൃത്തിയും, ഓരോ വിചിത്രമായ ചോദ്യവും, ഓരോ പ്രകോപനപരമായ അഭിപ്രായവും, നിസാരമായ എന്തെങ്കിലും കാര്യത്തിൽ അവൾ അസ്വസ്ഥയാണെന്ന് നടിക്കുമ്പോഴെല്ലാം, അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് ചെയ്യുമോ? അവൾ നിങ്ങളുടെ സുഹൃത്തിനെക്കുറിച്ച് പോലും ശ്രദ്ധിക്കുന്നില്ല. അവൾ കാണാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് അതിരുകളുണ്ടോ? നിങ്ങൾക്കൊരു നട്ടലുണ്ടോ? അതോ നിങ്ങൾ കാറ്റിനെ പോലെ ദിശ മാറുന്നുണ്ടോ? നിങ്ങളെല്ലായ്പ്പോഴും അവളുമായി യോജിക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. എപ്പോൾ സമ്മതിക്കണമെന്നും എപ്പോൾ നിർത്തണമെന്നും വേണ്ട എന്ന് പറയണമെന്നും നിങ്ങൾക്കറിയാമെന്ന് അവൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ബന്ധത്തിന്റെ തുടക്കത്തിൽ. അവൾ കൂടുതൽ കൗശലക്കാരിയുമാകുന്ന സമയമാണിത്. അവൾ നിങ്ങളെ പരീക്ഷിക്കും, തള്ളിവിടും, നിങ്ങളറിയാതെ തന്നെ കത്തുന്ന കനലുകൾക്ക് മുകളിലൂടെ നടക്കാൻ പ്രേരിപ്പിക്കും. നിങ്ങൾ എരിയുമോ അതോ സ്ഥിരമായി നടക്കുമോ എന്ന് കാത്തിരുന്ന് കാണും. മിക്ക പുരുഷന്മാരും കെണിയിൽ എളുപ്പത്തിൽ വീഴുന്നു എന്നതാണ് ദുരന്തം. ഒന്നുകിൽ അവർ കീഴടങ്ങുകയും അവളെ നഷ്ടപ്പെടാതിരിക്കാൻ അവരുടെ വ്യക്തിത്വം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ പൊട്ടിത്തെറിക്കുകയും സമ്മർദ്ദം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തങ്ങൾക്കറിയില്ലെന്ന് അവളെ കാണിക്കുകയും ചെയ്യുന്നു. രണ്ട് സാഹചര്യങ്ങളിലും ഇതൊരു നഷ്ടമാണ്. എന്നിരുന്നാലും സംഭവിക്കുന്നതെല്ലാം കളിയുടെ ഭാഗമാണെന്ന് ബുദ്ധിമാനായ പുരുഷൻ മനസ്സിലാക്കുന്നു. അവനതിന് തയ്യാറാണ്. പ്രതികരണങ്ങളിലൂടെയല്ല, മറിച്ച് ശാന്തതയോടും ധാരണയോടും കൂടി. അതിനാൽ അവൾ പെട്ടെന്ന് നിങ്ങളോട് എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും വൈകി മറുപടി നൽകുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ വേഗത്തിൽ മറുപടി നൽകുന്നു എന്ന് നിങ്ങൾക്കറിയാം. അവളെ ആക്രമിക്കരുത്, പിരിമുറുകരുത്, ഒന്നും തെളിയിക്കാൻ ശ്രമിക്കരുത്. പുഞ്ചിരിക്കുക, സംയമനം പാലിക്കുക, ആത്മവിശ്വാസത്തോടെ മറുപടി നൽകുക. കാരണം എന്റെ മറുപടികൾ നിങ്ങൾക്ക് അനുയോജ്യമായ തലത്തിൽ പുറത്തുവരാൻ സമയം ആവശ്യമാണ്.
നീ മറുപടി വൈകിയില്ലെന്ന് അവൾക്കറിയാം. നീ കുലുങ്ങുമോ, വഴിതെറ്റിപ്പോകുമോ, അതോ തന്റെ മൂല്യമറിയുന്നൊരു പുരുഷന്റെ തണുപ്പോടെ പ്രതികരിക്കുമോ എന്നവൾ കാണാൻ ആഗ്രഹിക്കുന്നു. ഈ പരീക്ഷണങ്ങളിലെ നിങ്ങളുടെ പ്രകടനമാണ് ബന്ധം തുടരണോ അതോ താഴേക്ക് പോകണോ എന്ന് നിർണയിക്കുന്നത്. അതിനാൽ സ്വയം വില കൊടുത്ത് പ്രശംസിക്കരുത്. നിങ്ങളുടെ തത്വങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. ഏറ്റുമുട്ടലിനെ ഭയപ്പെടരുത്. ഒരു സ്ത്രീ ഒരു നിമിഷം അസ്വസ്ഥയായേക്കാം. പക്ഷേ തന്റെ മുന്നിൽ ഉറച്ചു നിൽക്കുകയും തന്നെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചവനെ മറക്കുകയും ചെയ്യുന്ന പുരുഷനെ അവൾ ബഹുമാനിക്കുന്നു. അവൾ നിങ്ങളെ സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവൾ ആദ്യം നിങ്ങളെ ബഹുമാനിക്കണം. അവൾ നിങ്ങളെ ബഹുമാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവൾ നിങ്ങളെ സ്ഥിരതയുള്ളവനും സത്യസന്ധനും ദൃഢനുമായി കാണണം. പരീക്ഷണം ഒരിക്കലും അവസാനിക്കുന്നില്ല. പക്ഷേ നിങ്ങളതിന് തയ്യാറാകുമ്പോൾ ബന്ധം ഒരു വെല്ലുവിളിയിൽ നിന്ന് സന്തുലിതാവസ്ഥയിലേക്കും സമ്മർദ്ദത്തിൽ നിന്ന് ഐക്യത്തിലേക്കും മാറുന്നു. നാലാമത്തെ കാര്യം, ആരും സംസാരിക്കാത്ത മാനസിക രഹസ്യമിതാ. ഒരു സ്ത്രീ തന്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് യുക്തി ഉപയോഗിച്ചല്ല, അവൾ വികാരങ്ങൾ ഉപയോഗിച്ചാണ് അവനെ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ എന്റെ സുഹൃത്തേ, നമ്മൾ വിശ്വസിക്കാൻ വളർത്തിയതെല്ലാം പുരുഷന്മാർ തലകീഴായി മാറുന്നതുപോലെ. നമ്മളെപ്പോഴും യുക്തി, സംഖ്യകൾ, താരതമ്യങ്ങൾ, ഗുണദോഷങ്ങൾ എന്നിവയിലൂടെ ചിന്തിക്കുന്നു. ഞാൻ അനുയോജ്യനാണോ? എനിക്ക് സ്ഥിരമായ വരുമാനമുണ്ടോ? എനിക്ക് ആവശ്യത്തിന് ഉയരമുണ്ടോ? എനിക്ക് ആവശ്യത്തിന് പേശികളുണ്ടോ? പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ മറക്കുന്നു. ഞാൻ അവൾക്ക് എന്തെങ്കിലും തോന്നിപ്പിക്കുന്നുണ്ടോ? ഒരു സ്ത്രീ കടലാസിൽ പൂർണ്ണതയുള്ള പുരുഷനിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല. അവളുടെ വികാരങ്ങളെ തടസ്സപ്പെടുത്തുന്ന, അവളുടെ ഹൃദയമിടിപ്പുണ്ടാക്കുന്ന, അവളുടെ ശ്വാസം വിറയ്ക്കുന്ന, അവളുടെ പുഞ്ചിരി എന്തുകൊണ്ടെന്നുപോലും അറിയാതെ പ്രത്യക്ഷപ്പെടുന്ന ഒരാളിലേക്ക് അവൾ ആകർഷിക്കപ്പെടുന്നു. നിങ്ങൾക്കൊരു എഞ്ചിനീയറാകാം, ഡോക്ടറാകാം, ഒരു പോർഷെ സ്വന്തമാക്കാം, ഒരു പെർഫെക്റ്റ് 10ന്റെ ശരീരമുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾ അവളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ വൈകുന്നേര വാർത്തകൾ നൽകുന്നതായി അവൾക്ക് തോന്നുകയാണെങ്കിൽ അത് അവസാനിച്ചു. നിങ്ങൾ പറയുന്ന ഓരോ വാക്യവും ആരംഭിക്കുമ്പോൾ അത് അതിനേക്കാൾ മികച്ചതാണെന്നും ഒരു സ്ഥിതിവിവര കണക്കിൽ അവസാനിക്കുമെന്നും ഞാൻ കരുതുന്നു എങ്കിൽ നിങ്ങളുടേതല്ലാത്തൊരു മാർക്കറ്റിലാണ് പ്രവർത്തിക്കുന്നത്. അവൾക്കൊരു യുക്തി നൽകുന്നൊരു പുരുഷനെ ആവശ്യമില്ല. അവൾക്കൊരു പഠന പങ്കാളിയല്ല, ഒരു സ്ത്രീയാണെന്ന് തോന്നിപ്പിക്കുന്ന, അവളെ തോന്നിപ്പിക്കുന്ന ഒരു പുരുഷനെയാണ് അവൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കെപ്പോഴും പരിഹാരങ്ങളിലൂടെ പ്രതികരിക്കണമെന്നില്ല. ചിലപ്പോൾ അവൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങൾ എനിക്ക് മനസ്സിലാകുന്നു, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറയണമെന്ന് മാത്രമാണ്. ലോകത്തെക്കുറിച്ച് നിങ്ങൾ അവൾക്ക് വിശദീകരിക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അവളുടെ ലോകത്തിന്റെ ഭാഗമാണെന്ന് അവൾക്ക് തോന്നണം. അവൾ നിങ്ങളുടെ മനസ്സിൽ കുടുങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു. അവളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കരുത്. അവളുടെ ഹൃദയത്തെ ചലിപ്പിക്കുക. കൂടുതൽ അനുയോജ്യനായ, കൂടുതൽ യുക്തിസഹമായ, അല്ലെങ്കിൽ അതിലും സമ്പന്നനായ മറ്റൊരാളേക്കാൾ നിങ്ങളെ തിരഞ്ഞെടുക്കാൻ അവളെ പ്രേരിപ്പിക്കുന്ന വ്യത്യാസം കാണുക. ആരും നിങ്ങളോട് പറയാത്ത മാനസിക രഹസ്യമാണിത്. ഒരു സ്ത്രീക്ക് വിശദീകരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും നിങ്ങളിൽ അനുഭവപ്പെടുമ്പോൾ അവൾ നിങ്ങളെ തിരഞ്ഞെടുക്കുന്നു. നിങ്ങൾ അവളുടെ മനസ്സിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളൊരു ഓപ്ഷനാണ്. എന്നാൽ നിങ്ങൾ അവളുടെ ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളൊരു ആവശ്യകതയായി മാറുന്നു. നിങ്ങളൊരു ആവശ്യമായി മാറുമ്പോൾ നിങ്ങളെ മറക്കാൻ അവൾക്ക് അസാധ്യമാണ്. നിങ്ങളെ ഉപേക്ഷിക്കാൻ അവൾക്ക് അസാധ്യമാണ്. നിങ്ങൾ വാദിച്ചാലും മാസങ്ങൾ കഴിഞ്ഞാലും നിങ്ങൾ വാതിലിലൂടെ പ്രവേശിച്ചില്ല എങ്കിലും നിങ്ങൾ അവളെ കൊത്തിവച്ചിരിക്കുന്നു. നിങ്ങൾ വികാരത്തിലൂടെ പ്രവേശിച്ചു. അതിനാൽ സ്വയം ചോദിക്കുക, അവളുടെ വികാരങ്ങളെ ചലിപ്പിക്കുന്ന രീതിയിലാണോ ഞാൻ സംസാരിക്കുന്നത്, അതോ ബിരുദങ്ങൾ നിറഞ്ഞ ഒരു മാന്യ ലുസ്യൂമെ പോലെ ഞാൻ എന്നെ തന്നെ അവതരിപ്പിക്കുന്നുണ്ടോ? ആത്മാവില്ലാത്ത കഴിവുകളും വേണ്ടേ? അവളുടെ മനസ്സ് സ്വന്തമാക്കണമെങ്കിൽ ആദ്യം അവളുടെ ഹൃദയം സ്വന്തമാക്കണം. അവളുടെ ഹൃദയം സ്വന്തമാക്കിയാൽ മറ്റെല്ലാം സിമ്പിളാണ്. സ്നേഹം തന്നെ നിങ്ങളെക്കാൾ നിങ്ങളോടടുക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെല്ലാം ഞാനിവിടെ വിശദീകരിച്ചു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.